എവിടെയെങ്കിലും പരിപാടി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും എന്താണ് ഫോട്ടോ എടുക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരു ഫോട്ടോയ്ക്ക് നിൽക്കാറില്ല. വീട്ടിൽ പോയി അപ്പം മക്കളെ ആദ്യം നമ്പറിൽ പോയി മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ പോയത്. അവരത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അതിശയായി. മാസ്ക് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോയായിരുന്നു. ആരും അങ്ങനെ ചോദിക്കില്ല കോവിഡിന്റെ സമയത്തൊക്കെ. പക്ഷെ ഇപ്പൊ മാസ്ക് വെക്കുന്നില്ല. ആൾക്കാർ ചോദിക്കും, ഞാനൊരാള് മാസ്ക് വെച്ചേക്കണമ്പോഴത്തേക്ക് എന്താണ് മാസ്ക് വെച്ചേക്കണെന്ന് ചോദിക്കാതെ. കാരണം ഞാനിപ്പോ അങ്ങനെ പോകാറില്ല. അന്ന് തന്നെ ഓഫീസ് അവിടെ ചെന്നായിരുന്നു, കമ്പനി ചെന്നായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പറയാ, എല്ലാരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ തന്നെ പ്രതീക്ഷയില്ല. ഇത്രയും പറഞ്ഞ പോലെ ഒരു ഓഫീസിലെ ജീവനക്കാരിയാണ്. ആ പല്ലുകളെല്ലാം അകന്ന് പല്ലുകൾ പൊങ്ങിയിരിക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം പൊങ്ങിയിരിക്കുന്നു. ഇത് വളരെയധികം കാലത്തെ സമയം വേണമെന്നോ അല്ലെങ്കിൽ പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് പല്ലുകൾ കൊണ്ടത് കാണിച്ചവരെല്ലാം പല്ല് പറിച്ച് കളഞ്ഞിട്ട് വേറെ പല്ല് വെക്കണമെന്നെല്ലാമാണ് പറഞ്ഞത്. പക്ഷേ പല്ല് പറിച്ച് കളഞ്ഞ് സമപ്രായക്കാരെല്ലാം നല്ല പല്ലുകൾ കൊണ്ട് ചിരിക്കുമ്പോൾ സ്വന്തം പല്ലുകൾ കൊണ്ട് ചിരിച്ച് സന്തോഷമായിട്ട് നടക്കുമ്പോൾ പല്ലില്ലാതെ നടക്കുന്നതിന് ഓർത്ത് പേടിച്ച് പിന്നെ ആ ക്ലിനിക്കുകളിലേക്കൊന്നും പോകാതെ വേദന മാത്രം മാറ്റി അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് അവരുടെ തന്നെ ഓഫീസിലൊരാൾ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനൊരു ക്ലിനിക്കിൽ പോയായിരുന്നു. അത് പല്ലുവേദനയായിട്ടാണ് പോയത് ഞാൻ. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഇങ്ങനെ ഇത് കാണിച്ചത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് മുഴുവനും എടുക്കേണ്ടി വരും, എന്നിട്ട് വെക്കേണ്ടി വരും, അപ്പോൾ ഇത്ര രൂപയാണ് എന്നൊക്കെ ചിലവ് വരും എന്നൊക്കെ പറഞ്ഞു. മുഴുവനും പറിച്ചു കളയണമെന്ന് പറഞ്ഞു. ഫ്രണ്ടിലെ പല്ല് മുഴുവൻ പറിച്ചു കളയണമെന്ന് പറഞ്ഞു, എന്നിട്ട് വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ പേടിയായി, പല്ല് മുഴുവനും പറിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ പലരും പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഓരോ ഡോക്ടറുടെ തീരുമാനം വേണ്ട, വേറെ എവിടെയെങ്കിലുമൊക്കെ കാണിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയില്ല. പിന്നെ ഇങ്ങനെ നീണ്ട്, അന്ന് ഇത്രയും നീണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നീണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. നിങ്ങൾ കേട്ടല്ലോ, ഇങ്ങനെയാണ് വന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് തുടങ്ങുന്നത്, അതുപോലെ ആ സമയത്തുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചേച്ചി ഇതിന് ശേഷം വന്നതിന് ശേഷം ഞങ്ങൾ കൊടുത്ത ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ അപ്പോൾ പല്ല് എല്ലാം ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ അതേ പല്ലുകളെല്ലാം കറക്റ്റായിട്ട് പൊസിഷൻ മാറ്റി ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും അതൊരു ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും. അതുകൊണ്ട് ആ ടെമ്പറൈസേഷൻ കാലത്തെ ഒരു സ്ഥിതി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ആഴ്ച കഴിഞ്ഞ് ഇപ്പോൾ ചേച്ചി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയിൽ വന്ന മാറ്റം, ചേച്ചിയുടെ വ്യത്യാസം, പ്രീയും പോസ്റ്റും ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ചേച്ചിയുടെ വാക്കുകളിൽ എന്താണ് ആ ആത്മവിശ്വാസം കൂടിയതെന്ന് നിങ്ങൾക്ക് കാണാം. കണ്ണുകളിൽ വന്ന് ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രസരിപ്പും അതോടൊപ്പം തന്നെ അതിലുള്ള സന്തോഷം നിങ്ങളോടൊക്കെ അറിയിക്കുവാൻ. കാരണം നിങ്ങൾക്കും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ സാധിക്കുമെന്ന് നിങ്ങളോട് അറിയിക്കാൻ, നിങ്ങൾക്കതൊരു പ്രയോജനമാകാൻ ചേച്ചി പിന്നെയും വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചേച്ചി കൂടുതൽ സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്, വളരെ ആവേശത്തോടെയാണ് വന്നിരിക്കുന്നത്. പല്ലുകളെല്ലാം ഭയങ്കര ഭംഗിയായി എന്നുള്ള സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ വാക്കുകളിലേക്ക് ഇനിയും കേട്ടു നോക്കാം. വീട്ടിൽ പോയി അപ്പം മക്കളെ ആദ്യം നമ്പറിൽ പോയി മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ പോയത്. അവരത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അതിശയായി. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം അന്ന് തന്നെ ഓഫീസ് അവിടെ ചെന്നായിരുന്നു, കമ്പനി ചെന്നായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പറയുക, എല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ തന്നെ പ്രതീക്ഷയില്ല. ഇത്രയും കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാറുണ്ടോ? കാണുന്ന ആൾക്കാരോട് വൈകിപ്പോയി തോന്നിയിട്ടുണ്ടോ? ചെയ്യാൻ തോന്നി വൈകിപ്പോയി. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ പല്ലുകൾ പൊങ്ങിയിരിക്കുന്നവർ, പല്ലുകൾ വിരൂപമായി, പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പായി, അവർക്ക് സമൂഹത്തിൽ വരാൻ ബുദ്ധിമുട്ടായി, നിങ്ങളുടെ ഓഫീസിൽ വരാൻ ബുദ്ധിമുട്ടായി, മാസ്ക് ഇട്ടൊക്കെ നടക്കുന്ന അനേകം പേരെ നിങ്ങൾക്കറിയാമായിരിക്കും. അവർക്കെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എനിക്ക് റെഫർ ചെയ്യുമെങ്കിൽ അവർക്ക് ഇതുപോലെ ആളുകളോട് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതുപോലെ വീഡിയോ എടുത്ത് അനേകർക്ക് പ്രയോജനവും ആകുവാൻ ഈ ചേച്ചിയെ പോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹവും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ അവർക്ക് വന്ന വ്യത്യാസം എന്താണ്, പല്ലുകളിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമെന്ന് അനേകർക്ക് പറഞ്ഞു കൊടുക്കാനൊരു അവസരം കൊണ്ട് ഞാൻ ഒരുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പല്ലുകൾ വിരൂപമായിരിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ,
എന്നിവരെല്ലാം പല്ല് പൊങ്ങി അല്ലെങ്കിൽ പല്ല് ഭംഗിയായിട്ടല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നെങ്കിൽ അവർ നിങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ മാറി ഒതുങ്ങി ജീവിക്കാനെല്ലാം ശ്രമിക്കുന്നെങ്കിൽ അവരോട് ചോദിക്കുക. അതിനുശേഷം നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടം ഫ്രം നെച്ചിപ്പാടം ഡെൻ്റൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ താഴെ കമൻ്റായി ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെ നിങ്ങളെന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലിയുടെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പല്ല് ഡോക്ടർ എന്നുള്ള ഈ ചാനലിൻ്റെ പല കാര്യങ്ങൾ വിശേഷങ്ങളുമൊക്കെ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലും ഈ വീഡിയോ അയക്കുക. ചേച്ചി എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചേച്ചി തന്നെ ചേച്ചിയുടെ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചു. അതുപോലെ തന്നെ ചേച്ചിക്ക് അതെല്ലാവരിലും എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളും അതിന് സഹായിക്കുമല്ലോ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ല പുഞ്ചിരി ഉണ്ടാകുവാൻ, നല്ല ആരോഗ്യകരമായ പല്ലുകൾ ഉണ്ടാകുവാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.